സ്ത്രീ ശാക്തീകരണത്തിന് മാതൃകയായി മാറി ഹെവി വാഹനമായ ടാങ്കറിന്റെ വനിതാ ഡ്രൈവർ സുജ. സ്ത്രീ ശാക്തീകരണത്തിന് മാതൃകയായി മാറി ഹെവി വാഹനമായ ടാങ്കറിന്റെ ഡ്രൈവറായ ഒരു വനിത. തിരുവനന്തപുരം മലയം ചൂടാറ്റുപേട്ട അജിൻ നിവാസിൽ സുജയാണ് ഹെവി ടാങ്കർ വാഹനമായ ഐറഷിൽ എത്തി പെട്രോൾ പമ്പിൽ ഇന്ധനം നിറച്ച് ഡ്രൈവർ എന്ന ഇഷ്ടജോലിയിൽ തന്റെ ജീവിത ലക്ഷ്യം നേടിയെടുത്തത്. സുജയ്ക്ക് കുഞ്ഞുനാളിലേ ഉള്ള ആഗ്രഹമായിരുന്നു വലിയ വാഹനം ഓടിക്കണമെന്ന താല്പര്യം. വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവറുടെ അടുത്ത സ്ഥലം നോക്കി ഇരിപ്പിടം തേടും. പിന്നെ ഡ്രൈവർ വാഹനം ഓടിക്കുമ്പോഴുള്ള കൈകാൽ ചലനങ്ങൾ ശ്രദ്ധിക്കും. ഡ്രൈവറാകണമെന്ന മോഹം കൊണ്ട് നടക്കുമ്പോഴാണ് തനിക്ക് കല്യാണാലോചന തുടങ്ങിയത്. തന്നെ കാണാനെത്തിയ ആളോട് പറഞ്ഞു, എനിക്ക് ഹെവി ഡ്രൈവറാകണം. ആ ആഗ്രഹം സമ്മതിച്ചാൽ കല്യാണത്തിന് തയ്യാർ. തന്നെ കാണാനെത്തിയ ആൾ ഡ്രൈവറായതിനാൽ അയാൾക്കും സമ്മതം. അങ്ങനെ കല്യാണശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിച്ചു. ലൈസൻസ് എടുത്ത ശേഷം ടാക്സി ഓടിച്ചും സ്കൂൾ വാഹനങ്ങൾ ഓടിച്ചും സുജ ആദ്യ പടി കടന്നു. ഇപ്പോൾ ഹെവി എടുത്തിട്ട് 14 വർഷമായി. തുടർന്ന് കേരള തമിഴ്നാട് റോഡിൽ ലോറി ഓടിച്ചു തുടങ്ങി. 2022 സ്കൂൾ ബസ് ഡ്രൈവറായും സ്കൂൾ ടീച്ചറായും ഇരട്ട റോളിൽ തിളങ്ങി. ലോറി ഡ്രൈവറായി പലയിടങ്ങളിലായി പോകുമ്പോഴും ഒരു ദുരനുഭവവും ഉണ്ടായിട്ടില്ലെന്നും കൊറോണ സമയത്തൊഴികെ നല്ല രീതിയിലുള്ള അംഗീകാരമാണ് കിട്ടുന്നതെന്നും സുജ പറയുന്നു. പേര് സുജ. ഞാൻ ചൂടാറ്റുപേട്ടയാണ് താമസിക്കുന്നത്. തിരുവനന്തപുരത്ത് ചൂടാറ്റുപേട്ട എന്ന സ്ഥലത്താണ്. ഇവിടെ ഇപ്പൊ 1 മാസമായി. അതിന് മുന്നേ ഞാൻ നാഷണൽ പെർമിറ്റ് ലോറി ഓടിച്ചോണ്ടിരുന്നു. അതിന് സ്കൂൾ ബസ് ഓടിച്ചോണ്ടിരുന്നു. ഇപ്പഴാ ടാങ്കറിലോട്ട് ഹെവി എടുത്തിട്ട് 15 വർഷമായി. ടോട്ടലി ലൈസൻസ് എടുത്തിട്ട് 25 വർഷമായി. ഞാന് ടാക്സിയാണ്. കാറ് ടാക്സി ആയിരുന്നു 4 വർഷം. പിന്നെ 11 വർഷം KSRTC കണ്ടക്ടർ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ലോറി ഫീൽഡിലേക്ക് വരുന്നത്. കേരള തമിഴ്നാട് ലോറി ഓടിച്ചുകൊണ്ടിരുന്നു. പിന്നെ 2022 ഞാൻ സ്കൂൾ ബസ്സിലേക്ക് കയറിയത്. അവിടെ സ്കൂൾ ബസ് ഡ്രൈവറായിട്ടും ടീച്ചറായിട്ടും വർക്ക് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നാഷണൽ പെർമിറ്റ് പോയി വീണ്ടും സ്കൂൾ ബസ്സിലേക്ക് വന്നിട്ടാണ് ഇപ്പൊ ടാങ്കറിലേക്ക് വന്നത്. അല്ല, മോശമായിട്ട് ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. കാര്യം എവിടെ പോയാലും നല്ല റെസ്പെക്ട് ഉള്ള ഒരു ഫീൽഡ്. കാര്യം ഞാൻ കൊറോണ സമയത്തൊക്കെ തമിഴ്നാട് കേരള ലോഡ് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്തൊക്കെ പോലീസുകാരുടെ ഭാഗത്തുനിന്നാലും നല്ല സഹകരണം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പ്രചോദനമാണ് ടാങ്കർ ലോറി ഓടിക്കുവാൻ ലക്ഷ്യമിട്ടത്. മറ്റു വാഹനങ്ങൾ ഓടിക്കുവാൻ ഹെവി ലൈസൻസ് മതിയെങ്കിലും ടാങ്കർ ലോറി ഓടിക്കുവാൻ ഹസാലസിന്റെ ലൈസൻസ് വേണം. അങ്ങനെ 1 വർഷം മുമ്പ് ഹസാലസിന്റെ ലൈസൻസ് എടുത്തെങ്കിലും 1 മാസം മുമ്പാണ് കാട്ടാക്കടയിലെ സ്വകാര്യ പമ്പിൽ ഡ്രൈവറായി ജോലി കിട്ടിയത്. ഇന്ത്യൻ ഓയിൽ ശ്രീറാം പമ്പിന്റെ ഉടമസ്ഥതയിലുള്ള ടാങ്കറിൽ എറണാകുളം ഇരുമ്പന എന്ന സ്ഥലത്ത് നിന്നും ഇന്ധനം നിറച്ച് തിരുവനന്തപുരം കാട്ടാക്കടയിലെ പമ്പിലെത്തിക്കും. സ്ത്രീ എന്ന നിലയിൽ എല്ലായിടങ്ങളിലും മുൻതൂക്കം ലഭിക്കുന്നുവെന്നും വനിതകൾ കൂടുതൽ ഹെവി വാഹനങ്ങൾ ഓടിക്കാൻ രംഗത്തെത്തണമെന്നും സുജ പറയുന്നു. സുജയുടെ ആഗ്രഹങ്ങൾ തീരുന്നില്ല. വോൾവോ ഓടിക്കണം. അതിന് വേണ്ട അടുത്ത ചുവടുവയ്പ് നടത്തുകയാണ് സുജ. ഭർത്താവ് അൽഫോൺസ് സ്കൂൾ ഡ്രൈവറാണ്. മകൾ അഖിജ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയും മകൻ അജിൻ ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥിയുമാണ്.